വീട്ടകത്തെ ഖുർആൻ പാരായണം, നിങ്ങൾ വീടുകളെ ഖബറുകളാക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് വീട്ടകത്ത് ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഇൻറ്റേർണൽ ഹാർമണി വീട്ടകത്ത് മുഴുവൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു പ്രത്യേക ഒരു ബറക്കത്ത്, പ്രത്യേക റഹ്മത്ത് വീട്ടകത്ത് മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തണം. അങ്ങനെ ഓരോ കുട്ടികളും വീട്ടകത്ത് ഏറ്റവും നല്ല സമയമാണ് ഈ സമയം. നമ്മൾ മഗ്‌രിബിക്ക് ശേഷം ഖുർആൻ പാരായണം കൊണ്ട് തുടങ്ങുക എന്ന നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യൂ സ്പോട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭം, ഈ ഒരു സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കണം. ഇത് നിരന്തരമായി ഇത് കേട്ടിട്ട് പിന്നെ അതിനോടുള്ള ആ ഒരു അട്രാക്ഷൻ കുറഞ്ഞു പോകാൻ പാടില്ല. എല്ലാ ദിവസവും കേട്ട് ഇനി അത് മതി, ആവർത്തനമായി നിങ്ങളതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇബ്ലീസ് നിങ്ങളെ വ്യതിചലിപ്പിക്കും, പല വിധത്തിൽ നിങ്ങളെ അശ്രദ്ധയിലാക്കും, പല വിധത്തിലും നിങ്ങളെ അതിൽ നിന്ന് തടയാനുള്ള പല ശ്രമങ്ങളും നടത്തും. ആ ശ്രമങ്ങളെയൊക്കെ മറികടന്ന് വളരെ ബോധപൂർവം നിങ്ങളെല്ലാ പണികളും മാറ്റിവെച്ച്, ഒരുപക്ഷെ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി യാത്ര പോയിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ ഓടി വന്ന് ഈ സമയത്ത് കുറച്ചു നേരം നിങ്ങളത് കേൾക്കുക. ഒരു 15 മിനിറ്റ് നിങ്ങൾ അതിന് മുന്നിലിരിക്കും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, ഈ വേദഗ്രന്ഥത്തിൻ്റെ സൂക്ഷ്മമായ വശങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഈമാൻ കയറും. ആ വീട്ടകത്ത് മൊത്തം അതിൻ്റെ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.